ഞാൻ ആഷ്ലി ജേക്കബ്. ഡാഡി വാങ്ങിത്തന്ന പുത്തൻ ഐപാഡിന്റെ കൂടെ എനിക്ക് പുതിയൊരു ചാറ്റ് ഫ്രണ്ടിനെയും കൂടെ കിട്ടി, റോബിൻ. പക്ഷെ ഇപ്പോൾ ഇയാൾ എനിക്ക് വലിയ ശല്യമാണ്. വേറൊന്നും കൊണ്ടല്ല, അയാൾക്ക് ഇപ്പോൾ എൻ്റെ ഒരു ഫോട്ടോ വേണം. അതും വെറുമൊരെണ്ണം പോരാ, എൻ്റെ ഗ്ലാമർ ഫുൾ ഒപ്പിയെടുക്കണം അത്രേ. അത്തരത്തിലൊരു ഫോട്ടോ. ബസ് ലേറ്റ് ആയിരുന്നോ? അല്ല ഡാഡി, ആഷ്നെ എന്താ അവിടെ? എന്താ അവിടെ പ്രശ്നം? ആഷ്ലി, എന്തു പറ്റി? ആഷിനെ നിന്നോടാ ചോദിച്ചേ. ഡാഡി, ഞാൻ ഇവളോട് എപ്പോഴും പറയുന്ന മര്യാദയ്ക്ക് ഡ്രസ്സ് ചെയ്യണമെന്ന്. അത് ശരി, അതാണ് പ്രശ്നം. അതല്ല, ഇവളിന്നലെ ബസ്സിൽ വെച്ചൊരുത്തിനെ തല്ലി. എന്തിന്? അവൻ ഇവളെ തോണ്ടിയിട്ട്. അല്ലാതെ പിന്നെ എന്തിനാ? എന്നെ തോണ്ടി ഞാൻ തല്ലും. അത് ബസ്സിലല്ല, എവിടെയായാലും ഞാൻ തല്ലും. കണ്ടോ, തോണ്ടിയവനെ മാത്രമേ കുറ്റമുള്ളൂ, അല്ലാതെ ഇവള് മര്യാദയ്ക്ക് ഡ്രസ്സ് ചെയ്യാത്തല്ല. എന്നിട്ടോ വീട്ടിൽ വരുമ്പോൾ നമ്മളെ കാണിക്കാൻ വേണ്ടി മാത്രം നല്ല ഡ്രസ്സ്. എന്താ ഡാഡിക്ക് ഇത് കണ്ടിട്ടൊന്നും പറയാനില്ലേ? അല്ലെങ്കിലും ഡാഡി പണ്ടേ ഇവളുടെ സൈഡാണല്ലോ. അമ്മയില്ലാത്തതുകൊണ്ട് ഇവൾക്കെന്ത് തോന്നിയാൽ സാവുകയും ചെയ്യാം. മോളെ, എങ്ങനെയുണ്ട് ഐപാഡൊക്കെ? കൊള്ളാം ഡാഡി. മോൾക്ക് ഐപാഡ് കിട്ടിയപ്പോ ആദ്യം ഇതിനു വേണ്ടി എന്താ വാങ്ങിയത്? ആദ്യം സ്ക്രീൻ ഗാർഡ് വാങ്ങി ഒട്ടിച്ചു, പിന്നൊരു കവറും. എന്താ ഡാഡി? ഏയ് ഒന്നുമില്ല. മോളോട് ആരെങ്കിലും ഇതിന്റെ സ്ക്രീൻ ഗാർഡ് മസ്റ്റായിട്ട് ഒട്ടിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണോ മോൾ ഇത് വാങ്ങി ഒട്ടിച്ചത്? അല്ല. അപ്പോൾ നമ്മൾ ഈ സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കുന്നത് ഇതിന് നിർമ്മാതാക്കളെ ഇൻസൾട്ട് ചെയ്യുന്നത് പോലെയല്ലേ? എന്താ മോളുടെ അഭിപ്രായം? നോ ഡാഡി, കാരണം അവര് തന്നെ ഇതിനിവർ 2 റെക്കമെൻഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ ചീപ്പ് ആയതുകൊണ്ടാണോ നമ്മൾ ഇതിനെ കവർ ഇടുന്നത്? ഡാഡി എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്നേ? ഡാഡിക്ക് എന്ത് ഇത് ഇഷ്ടായില്ലേ? ഏയ് അതുകൊണ്ടല്ല, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. നീ മറുപടി പറ. ഞാനിത് കവർ ചെയ്യുന്നത് ഇത് ഡാമേജ് ആകാതിരിക്കാൻ വേണ്ടിയാ. ഓക്കെ, അപ്പോൾ പിന്നെ ഇതിന്റെ ബ്യൂട്ടി കുറയുന്നുണ്ടോ നമ്മൾ ഇതിനെ കവർ ഇടുമ്പോൾ? ഏയ്, എനിക്ക് തോന്നുന്നത് ബ്യൂട്ടി കൂടുമെന്നാ. അതിനേക്കാളുപരി വലിയ പ്രൊട്ടക്ഷൻ ആവൂലോ. അപ്പം മോളെ, ഈ ഐപാഡിനേക്കാളൊക്കെ വിലപിടിപ്പെട്ട മോളുടെ ശരീരം കവർ ചെയ്ത് സൂക്ഷിക്കണമെന്ന് ഡാഡി പറഞ്ഞാൽ മോൾ അതിനോട് യോജിക്കുന്നുണ്ടോ? ഡാഡി ഇങ്ങനെയാണ്. ചിലപ്പോൾ ചില ചോദ്യങ്ങൾ ചോദിക്കും, അതെന്നെ ഇരുത്തി ചിന്തിപ്പിക്കും. അതിന് ഡാഡിയോട് എനിക്ക് പിണക്കമൊന്നുമില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, മാരീഡ് അല്ലാത്ത ഏതൊരു പെൺകുട്ടിയെയും പോലെ ഡാഡിയാണ് എൻ്റെ ഹീറോ. ഹീറോയുടെ കാര്യം പറഞ്ഞപ്പോഴാ ആണ്ടതേ വില്ലനെത്തി. എന്തായാലും ആ ഫോട്ടോ കിട്ടാതെ ഇയാൾ അടങ്ങില്ല.
അപ്പൊ പിന്നെ എന്റെ മുന്നിൽ ഒറ്റ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ, എന്റെ ഫ്രണ്ട് നീതു പറഞ്ഞ വഴി. ഒരിക്കലും ലോഡാകാത്ത ഈ ബ്ലർ ഇമേജും വെച്ച് അയാൾ ഇന്ന് രാത്രി മുഴുവൻ ഇരിക്കും. താങ്ക്സ് നീതു.